ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതാ പച്ചരിയാണ് 4-5 മണിക്കൂർ ഞാൻ കുതിരാനിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കഴുകി അരച്ചെടുക്കണം. ഇതാ ഞാൻ ജാറിൽ അരി കഴുകി വാരിയിട്ടിട്ടുണ്ട്. ലേശം പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ലേശം ഉപ്പ്, അധികം വെള്ളം ആവാതെ അരച്ചെടുക്കണം. ലേശം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതായി പച്ചരി നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതായി ഇതിലോട്ട് ലേശം മുളക് പൊടി, ലേശം ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, അപ്പം സോഡ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതാ ഞാൻ എല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഒരുപാടായാലും പ്രശ്നമാണ് കേട്ടോ വെള്ളം. ഇതാട്ടോ ഞാൻ ഒരുപാട് പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുത്താണ് പറഞ്ഞ് നന്നായിട്ടുണ്ടാവും, പക്ഷെ അത് എണ്ണ നന്നായിട്ട് കുടിക്കുമല്ലോ, അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി കിടക്കുന്നുണ്ട്. മാവെടുക്കുക, ഇങ്ങനെ മുക്കുക, അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതാ നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ.